1988 ജനുവരി 24 കാലിഫോർണിയയിലെ ഡാന പോയിന്റ്. അവർ അമ്മയും മകനും അതിരാവിലെ തന്നെ റെഡിയായിരിക്കുന്നു. ഇന്നവർ ഒരു ബോട്ടിൽ കടലിലേക്ക് വെയിൽസ് വാച്ചിങ്ങിനായി ഒരു യാത്ര പോവുകയാണ്. 46-കാരിയായ ജാനറ്റും 17 വയസ്സുള്ള മകൻ എറിക്കും ജാനറ്റിന്റെ സുഹൃത്തുക്കളും ചേർന്നാണ് ഈ ഒരു യാത്രയ്ക്കായി പോകുന്നത്. ജാനറ്റും മകനും ചേർന്ന് യാത്രയ്ക്ക് ആവശ്യമായ ചില സാധനങ്ങളൊക്കെ കാറിലേക്ക് പറക്കി വെക്കുകയാണ്. ഈ സമയത്ത് ജാനറ്റ് പെട്ടെന്ന് കുഴഞ്ഞ നിലത്തേക്ക് വീണു. എറിക്ക് ആകെ പരിഭ്രമിച്ചു പോയി. അവന്റെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ട് ജാനറ്റിന്റെ ഹസ്ബൻഡായ റിച്ചാർഡ് ഓവർട്ടൺ വീടിനുള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നു. ജാനറ്റ് ബോധമില്ലാതെ കിടക്കുന്നത് കണ്ട റിച്ചാർഡ് ഉടൻ തന്നെ എമർജൻസി നമ്പറിലേക്ക് വിളിച്ച് വിവരം അറിയിച്ചു. മെഡിക്കൽ ടീം ആ വീട്ടിലേക്ക് പാഞ്ഞെത്തി. പെട്ടെന്ന് തന്നെ ജാനറ്റിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചെങ്കിലും വഴിമധ്യേ തന്നെ ജാനറ്റ് മരണപ്പെട്ടിരുന്നു. കഴിഞ്ഞ 1 വർഷത്തോളമായി ജാനറ്റിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതാവാം അവരുടെ മരണ കാരണമെന്ന് എല്ലാവരും കരുതി. എന്നാൽ ജാനറ്റ് മരണപ്പെട്ട് 6 മാസം കഴിഞ്ഞപ്പോൾ ഓറഞ്ച് കൗണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ എത്തി. ആ കോൾ ഈ കേസിന്റെ ഗതിയാകെ മാറ്റിമറിച്ചു. സാധാരണ മരണം എങ്ങനെ കൊലപാതകമെന്ന് തെളിഞ്ഞു. ആരാണ് ജാനറ്റിന്റെ കൊലയ്ക്ക് പിന്നിൽ? സുഹൃത്തുക്കളെ, ആ അന്വേഷണത്തിന്റെ നാൾ വഴികളിലൂടെ നമുക്ക് ഒരുമിച്ച് പോകാം. 1969-ലാണ് റിച്ചാർഡും ജാനറ്റും വിവാഹിതരാകുന്നത്. ഒഹായോയിൽ ജനിച്ചു വളർന്ന ജാനറ്റ് വിവാഹശേഷമാണ് കാലിഫോർണിയയിൽ എത്തുന്നത്. ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 19 വർഷമായി. 17 വയസ്സുള്ള എറിക് എന്ന മകനും ഇവർക്കുണ്ട്. 64 വയസ്സുള്ള റിച്ചാർഡ് ഓവർട്ടൺ ഒരു കമ്പ്യൂട്ടർ കൺസൾട്ടന്റ് മാത്രമല്ല, ഒരു പ്രൊഫസർ കൂടിയാണ്. 46 വയസ്സുള്ള ജാനറ്റ് അവിടെയുള്ള ഒരു പ്രാദേശിക സ്കൂൾ ബോർഡ് അംഗമാണ്. കഴിഞ്ഞ 1 വർഷത്തോളമായി ജാനറ്റിന് കടുത്ത ബോഡി പെയിനും നടക്കാൻ വളരെയധികം ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടിരുന്നു. ഏതാണ്ട് 60ഓളം വരുന്ന ഹോസ്പിറ്റലുകളിൽ ഇവർ ഈ അസുഖങ്ങൾക്കായി ചികിത്സ തേടിയെങ്കിലും അവിടെയുള്ള ഡോക്ടേഴ്സിനൊന്നും തന്നെ ഇവരുടെ രോഗം എന്താണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതിനാൽ അജ്ഞാത രോഗം ബാധിച്ച് ജാനറ്റ് മരണപ്പെട്ടുവെന്ന് എല്ലാവരും കരുതി. പോലീസും അതുതന്നെ വിശ്വസിച്ചു. ജാനറ്റിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത മെഡിക്കൽ ടീമിന് അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ 6 മാസം കഴിഞ്ഞ ഒരു ഫോൺ കോൾ പോലീസിന് ലഭിച്ചതോടെ ഈ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ അവർ തീരുമാനിച്ചു. ജാനറ്റിന്റെ ഹസ്ബൻഡായ റിച്ചാർഡിന്റെ ആദ്യ ഭാര്യയായിരുന്ന ഡെറോത്തിയാണ് ആ ഫോൺ കോൾ വിളിച്ചത്. ജാനറ്റിന്റെ മരണത്തെക്കുറിച്ച് തനിക്ക് ചില സംശയങ്ങളുണ്ടെന്ന് അവർ പോലീസിനെ അറിയിച്ചു. 1969-ലാണ് റിച്ചാർഡ് ഡെറോത്തിയെ വിവാഹം കഴിക്കുന്നത്. ഈ ബന്ധത്തിൽ ഇയാൾക്ക് 2 മക്കളുമുണ്ട്. ഇതേ സമയം തന്നെ റിച്ചാർഡിന് മറ്റൊരു ഭാര്യയും അതിലൊരു കുട്ടിയും ഉണ്ടായിരുന്നു. ആ ബന്ധത്തെക്കുറിച്ച് ഡെറോത്തി അറിഞ്ഞതോടെ റിച്ചാർഡിനെ അവർ ഡിവോഴ്സ് ചെയ്യുകയായിരുന്നു. ഡിവോഴ്സ് നടന്ന 4 വർഷങ്ങൾക്ക് ശേഷം റിച്ചാർഡ് ഒരു ദിവസം ഡെറോത്തിയെ കാണാനെത്തി. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞാണ് ഇയാൾ എത്തിയത്. കുറച്ചു സമയം മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തെക്കുറിച്ച് ഡെറോത്തിക്കൊപ്പം സംസാരിച്ചിരിക്കുകയും ചെയ്തു. അതിനുശേഷം ഇയാൾ മടങ്ങിപ്പോയി. അയാൾ പോയ ശേഷം ഡെറോത്തി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന കുറച്ച് പാൽ കുടിക്കാനായി എടുത്തു. ആ സമയത്ത് അതിൽ എന്തോ കെമിക്കലിന്റെ രൂക്ഷഗന്ധം അവർക്ക് അനുഭവപ്പെട്ടു. റിച്ചാർഡ് തന്നെ കൊല്ലുന്നതിന് വേണ്ടി എന്തോ വിഷം കലർത്തിയെന്ന് അവർക്ക് മനസ്സിലായി. തന്റെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ ഡെറോത്തി പോലീസിൽ പരാതി നൽകി. പോലീസ് ആ പാല് പരിശോധനയ്ക്ക് അയച്ചു. റിസൾട്ട് ഞെട്ടിക്കുന്നതായിരുന്നു. ആ പാലിൽ സെലേനിയം എന്ന കെമിക്കൽ അടങ്ങിയിട്ടുണ്ടായിരുന്നു. പോലീസ് അന്വേഷണത്തിൽ റിച്ചാർഡ് സെലേനിയം വാങ്ങിയതിന്റെ തെളിവ് കൂടി ലഭിച്ചതോടെ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്യലിൽ തെളിവുകളെല്ലാം തനിക്കെതിരാണെന്ന് മനസ്സിലാക്കിയ റിച്ചാർഡ് കുറ്റസമ്മതം നടത്തി. ഡിവോഴ്സിന്റെ സമയത്ത് കുട്ടികളുടെ സംരക്ഷണം ഡെറോത്തി ഏറ്റെടുത്തതിനാൽ റിച്ചാർഡിന്റെ സമ്പാദ്യത്തിന്റെ പകുതി ഭാഗവും വീടും കോടതി വിധിയിലൂടെ ഡെറോത്തിക്കാണ് ലഭിച്ചത്. ഇതിൽ അയാൾക്ക് വിദ്വേഷവും പകയും ഉണ്ടായി. ഡെറോത്തിയെ കൊല്ലാൻ അയാൾ തീരുമാനിച്ചു. തന്നെ കൊല്ലാനുള്ള കാരണങ്ങൾ അറിഞ്ഞ ഡെറോത്തി റിച്ചാർഡിനെതിരെയുള്ള പരാതി പിൻവലിച്ചു. അതോടെ പോലീസ് അയാൾക്ക് കൌൺസിലിംഗ് നൽകി വിട്ടയക്കുകയാണ് ഉണ്ടായത്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഡെറോത്തി ജാനറ്റിന്റെ മരണവാർത്ത കണ്ടു. അതും അജ്ഞാത രോഗം ബാധിച്ചാണ് ജാനറ്റ് മരിച്ചതെന്ന വാർത്ത കണ്ടതോടെ ഡെറോത്തിയിൽ ചില സംശയങ്ങൾ ഉണ്ടായി. അതോടെ 15 വർഷങ്ങൾക്ക് മുമ്പ് റിച്ചാർഡിൽ നിന്നും തനിക്കുണ്ടായ അനുഭവങ്ങൾ ഡെറോത്തി പോലീസിനോട് വിശദമായി പറയുകയായിരുന്നു. പോലീസ് ജാനറ്റിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തീരുമാനിച്ചു. എന്നാൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. റിച്ചാർഡ് ആ ബോഡി ദഹിപ്പിച്ചു കളഞ്ഞിരുന്നു. റിച്ചാർഡിന്റേത് ബുദ്ധിപരമായ നീക്കമാണെന്ന് പോലീസിന് മനസ്സിലായി. പോലീസും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. പോസ്റ്റ്മോർട്ടം സമയത്ത് ജാനറ്റിന്റെ ടിഷ്യൂസും ബ്ലഡും കളക്ട് ചെയ്ത് വെച്ചിരുന്നത് വീണ്ടും വിദഗ്ധ പരിശോധനയ്ക്കായി പോലീസ് മെഡിക്കൽ ലാബിലേക്ക് അയച്ചു. എന്നാൽ മെഡിക്കൽ പരിശോധനയിൽ ഒരു കെമിക്കൽസിന്റെയും സാന്നിധ്യം കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. ജാനറ്റിന്റെയും റിച്ചാർഡിന്റെയും വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 19 വർഷമായിരിക്കുന്നു. ഈ സമയത്ത് അവരെ കൊല്ലാൻ അയാൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള മോട്ടീവ് എന്തായിരിക്കുമെന്ന് കണ്ടെത്താനായി പോലീസിന്റെ ശ്രമം. ജാനറ്റ് അംഗമായിരുന്ന സ്കൂൾ ബോർഡിലെ മറ്റൊരംഗമായ എൽദോസിനുമായി ജാനറ്റ് റിലേഷനിലായിരുന്നുവെന്നും ആ ബന്ധം റിച്ചാർഡിന് അറിയാമായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി. ഈ എൽദോസിന്റെ ഉടമസ്ഥതയിലുള്ള ബോട്ടിൽ ജാനറ്റും സുഹൃത്തുക്കളും മകനും ഒന്നിച്ച് യാത്രയ്ക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോഴാണ് അവർ കുഴഞ്ഞു വീഴുന്നതും
ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും വഴി അവർ മരിക്കുകയും ചെയ്യുന്നത്. അതും പോലീസ് കണ്ടെത്തി. മോട്ടീവ് കണ്ടെത്തിയ പോലീസിന് ഇനി റിച്ചാർഡ് എങ്ങനെയാണ് ജാനറ്റിനെ കൊന്നതെന്നുകൂടി കണ്ടെത്തണം. അതിനായി റിച്ചാർഡിന്റെ വീട്ടിലേക്ക് പോലീസ് അന്വേഷണത്തിനായി എത്തി. ആ തിരച്ചിലിനിടയിൽ 133 കമ്പ്യൂട്ടർ ഡിസ്കുകളും 12ഓളം വരുന്ന റിച്ചാർഡ് എഴുതിയ ഡയറികളും കണ്ടെത്തി. സ്പാനിഷ്, റഷ്യൻ ഭാഷകളിലായിരുന്നു ആ ഡയറികൾ എഴുതിയിരുന്നത്. ആ ഡയറി കുറിപ്പുകളൊക്കെ വായിച്ച പോലീസിന് ചില കാര്യങ്ങൾ വ്യക്തതയായി. ജാനറ്റിന്റെ മരണവുമായി ബന്ധപ്പെട്ട് റിച്ചാർഡിനെ നേരത്തെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ആ സമയത്ത് അയാൾ പറഞ്ഞത് ജാനറ്റുമായുള്ള ദാമ്പത്യ ബന്ധം വളരെ സ്നേഹത്തിലായിരുന്നുവെന്നാണ്. എന്നാൽ ഇപ്പോൾ ഡയറിയിൽ എഴുതിയിരിക്കുന്നത് അതിന് വിരുദ്ധമായ കാര്യങ്ങളാണ്. പുറമേ നിന്ന് നോക്കുന്ന ഏതൊരാൾക്കും റിച്ചാർഡിന്റെയും ജാനറ്റിന്റെയും ദാമ്പത്യബന്ധം നല്ലതാണെന്ന് തോന്നിയിരുന്നു. അവരുടെ സുഹൃത്തുക്കൾക്കും അങ്ങനെ തന്നെയാണ് തോന്നിയിരുന്നത്. എന്നാൽ ഡയറി കുറിപ്പിൽ അയാൾ എഴുതിയിരുന്നത് അവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെയും അസ്വാരസ്യങ്ങളെയും കുറിച്ചായിരുന്നു. ജാനറ്റ് മരണപ്പെട്ട ദിവസവും റിച്ചാർഡ് ഡയറി കുറിപ്പ് എഴുതിയിരിക്കുന്നു. എന്നാൽ അതിലെ ചില ഭാഗങ്ങൾ അയാൾ വെട്ടിമാറ്റുകയും മറ്റു ചില ഭാഗങ്ങൾ വൈറ്റ്നർ ഉപയോഗിച്ച് മായ്ച്ചു കളയുകയും ചെയ്തിരിക്കുന്നു. ഫോറൻസിക് ഡോക്യുമെന്റ് എക്സ്പെർട്ട് ലേസർ ലൈറ്റിന്റെ സഹായത്തോടെ വൈറ്റ്നർ ഉപയോഗിച്ച് മായ്ച്ച ഭാഗം എന്താണെന്ന് വ്യക്തമായി കണ്ടെത്തി. ജാനറ്റും റിച്ചാർഡും 2 റൂമുകളിലായാണ് ഉറങ്ങിയിരുന്നതെന്നും എറിക്കിന്റെ ബിരുദ പഠനം പൂർത്തിയാവുന്നതോടെ ജാനറ്റ് റിച്ചാർഡിൽ നിന്നും വിവാഹമോചനം ആവശ്യപ്പെടുമെന്നും ജാനറ്റും എൽദോസിനും തമ്മിലുള്ള ബന്ധത്തിൽ റിച്ചാർഡിന് എത്രത്തോളം പകയുണ്ടെന്ന് തെളിയിക്കുന്ന എഴുത്തുകളുമാണ് അയാൾ വൈറ്റ്നർ ഉപയോഗിച്ച് മായ്ച്ചു കളഞ്ഞിരുന്നത്. കമ്പ്യൂട്ടർ ഡിസ്കുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയെങ്കിലും അതിൽ നിന്നും കൊലപാതകം തെളിയിക്കുന്നതിനുള്ള ഒന്നും കണ്ടെത്താൻ പോലീസിനായില്ല. കൊലയ്ക്കുള്ള മോട്ടീവ് പോലീസ് കണ്ടെത്തിയെങ്കിലും റിച്ചാർഡ് ജാനറ്റിനെ കൊന്നു എന്നുള്ളതിന് ഒരു തെളിവും കണ്ടെത്താൻ പോലീസിന് കഴിയാതിരുന്നത് അവർക്ക് തിരിച്ചടിയായി. അതോടെ ജാനറ്റിന്റെ ബ്ലഡും ടിഷ്യൂസും ഒന്നും കൂടി വിശദമായി പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചു. അതിനായി അമേരിക്കയിലെ തന്നെ പ്രശസ്തനായ ടോക്സിക്കോളജിസ്റ്റായ ഓൾ സോജുവേക്കിനെ അവിടേക്ക് അവർ എത്തിച്ചു. ആ ബ്ലഡ് സാമ്പിൾ കയ്യിൽ എടുത്തപ്പോൾ തന്നെ അതിലടങ്ങിയിരിക്കുന്ന വിഷം എന്താണെന്ന് സോജുവേക്കിന് മനസ്സിലായി. ആ ബ്ലഡിൽ നിന്നും ബദാമിന്റെ പോലെ ഒരു മണം അദ്ദേഹത്തിന് കിട്ടി. തന്റെ ദീർഘനാളത്തെ എക്സ്പീരിയൻസിൽ സയനൈഡിന് മാത്രമേ ഇതുപോലെ ഒരു മണം നൽകാൻ സാധിക്കൂവെന്ന് സോജുവേക്ക് പോലീസിനോട് വെളിപ്പെടുത്തി. സയനൈഡിന്റെ സാന്നിധ്യം കൺഫേം ചെയ്യുന്നതിനായി ആ ബ്ലഡ് സാമ്പിൾ റഷ്യൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. അതിനായി പോസ്റ്റ്മോർട്ടം സമയത്ത് ജാനറ്റിന്റെ സ്റ്റൊമക്കിൽ നിന്നും ശേഖരിച്ചു വെച്ചിരുന്ന സാമ്പിളിലേക്ക് വെള്ളവും സോഡിയവും ഫെറോസൾഫേറ്റും ചേർത്ത് നന്നായി മിക്സ് ചെയ്തു. ഇനി ഈ മിശ്രിതം നന്നായി ഒന്ന് ചൂടാക്കണം. സയനൈഡ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ മിശ്രിതം ചൂടാക്കുമ്പോൾ അത് നീല നിറമായി മാറും. ഇവിടെ റിസൾട്ട് പോസിറ്റീവ് ആയിരുന്നു. ജാനറ്റിന്റെ മരണം സയനൈഡ് പോയിസണിംഗ് ആണെന്ന് പോലീസ് ഉറപ്പിച്ചു. ഇനി ഇതെങ്ങനെയെന്ന ചോദ്യത്തിനു കൂടി പോലീസിന് ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ജാനറ്റിന്റെ ആത്മഹത്യാ സാധ്യത പോലീസ് പരിശോധിച്ചു. ഉല്ലാസയാത്രയ്ക്ക് തയ്യാറായി നിൽക്കുന്ന ഒരാൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ സാധ്യതയില്ലെന്ന നിഗമനത്തിൽ പോലീസ് എത്തി. പിന്നെയുള്ളത് കൊലപാതക സാധ്യതയാണ്. അത് റിച്ചാർഡ് ആവാനും സാധ്യതയുണ്ട്. പക്ഷെ ഒരു വ്യക്തിക്ക് അത്ര എളുപ്പമൊന്നും സയനൈഡ് കിട്ടില്ല. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ റിച്ചാർഡിന് അത് ഏതു വഴി എങ്ങനെയെന്നായി പോലീസിന്റെ അടുത്ത അന്വേഷണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. റിച്ചാർഡിന് സ്വർണ്ണഖനിയിൽ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്തുണ്ട്. ആ സുഹൃത്തിന്റെ വീട്ടിൽ സ്വർണം വേർതിരിച്ചെടുക്കുന്നതിനുള്ള ഒരു ലാബുണ്ട്. ആ പ്രോസസ്സിനായി അവിടെ സയനൈഡും ഉപയോഗിക്കുന്നുണ്ട്. റിച്ചാർഡ് ആ വീട്ടിലെ സ്ഥിരം സന്ദർശകനുമായിരുന്നു. ആ വഴിയിലൂടെ ആവാം റിച്ചാർഡിന് സയനൈഡ് ലഭിച്ചതെന്ന് പോലീസ് നിഗമനത്തിലെത്തി. കൂടുതൽ തെളിവുകൾ കണ്ടെത്തുന്നതിനായി ആ അന്വേഷണം ഏതാണ്ട് 3 വർഷത്തോളം നീണ്ടു. ഒടുവിൽ റിച്ചാർഡ് ഓവർട്ടൺ അറസ്റ്റിലായി. മോട്ടീവ് വ്യക്തമായിരുന്നതിനാൽ കൊലയാളി റിച്ചാർഡ് ആണെന്ന് പോലീസ് ഉറപ്പിച്ചിരുന്നു. 12 അംഗ ജൂറിക്ക് മുന്നിൽ റിച്ചാർഡ് കൊലയാളിയാണെന്ന് തെളിയിക്കേണ്ടത് പോലീസിന്റെ ആവശ്യമായിരുന്നു. കാരണം ഈ കൊലപാതകവുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന തെളിവുകളോ ദൃക്സാക്ഷികളോ ഇല്ലാത്ത കേസാണ്. ജാനറ്റുമായുള്ള ദാമ്പത്യ ബന്ധത്തിലെ അകൽച്ചയെക്കുറിച്ചും ജാനറ്റിന് മറ്റൊരു ബന്ധമുള്ളതിലെ പകയെക്കുറിച്ചും അതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. അതിന് തെളിവായി റിച്ചാർഡ് എഴുതിയ ഡയറി കുറിപ്പുകളും അവർ കോടതിയിൽ ഹാജരാക്കി. അതുപോലെ ജാനറ്റ് തന്നെ ഡിവോഴ്സ് ചെയ്യുമെന്ന തോന്നൽ ശക്തമായതോടെ ആദ്യ ഭാര്യ ഡെറോത്തിയെ വിഷം കൊടുത്തു കൊല്ലാൻ ശ്രമിച്ച പോലെ ജാനറ്റിനും സയനൈഡ് കൊടുത്ത് റിച്ചാർഡ് കൊലപ്പെടുത്തിയതാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. നേരിട്ട് സാക്ഷികളും തെളിവുകളും ഇല്ലാതിരുന്ന കേസായിരുന്നതിനാൽ കോടതിയിൽ റിച്ചാർഡിന് അനുകൂല സാഹചര്യമായിരുന്നു. എന്നാൽ റിച്ചാർഡിന്റെ ആദ്യ ഭാര്യയായ ഡെറോത്തി ആ കോടതിയിലെത്തി 15 വർഷം മുമ്പ് റിച്ചാർഡിൽ നിന്നും തനിക്കുണ്ടായ അനുഭവങ്ങൾ നേരിട്ട് പറഞ്ഞതോടെ ഡിഫൻസ് വക്കീലിനെ പിടിച്ചു നിൽക്കാനായില്ല. മാത്രവുമല്ല റിച്ചാർഡ് ഡെറോത്തിയെ വിഷം കൊടുത്തു കൊല്ലാൻ ശ്രമിച്ചത് ജൂറി ഗൌരവത്തിലെടുത്തു. അമ്മ മരണപ്പെടുന്ന ദിവസം രാവിലെ അച്ഛൻ അമ്മയ്ക്ക് ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി നൽകിയിരുന്നുവെന്ന് അവരുടെ മകനായ എറിക് കോടതിയിൽ മൊഴി നൽകിയതോടെ കോടതിക്ക് കാര്യങ്ങൾ വ്യക്തമായി. റിച്ചാർഡ് തന്നെയാണ് കൊലയാളിയെന്ന് കോടതിക്ക് ഉറപ്പായി. ആ ജ്യൂസിലായിരിക്കണം റിച്ചാർഡ് സയനൈഡ് കലക്കിയത്. എന്തായാലും സാഹചര്യ തെളിവുകളൊക്കെ ഇപ്പോൾ റിച്ചാർഡിനെതിരായി. ജാനറ്റ് കൊല്ലപ്പെട്ട് 7 വർഷങ്ങൾക്ക് ശേഷം കോടതി അയാളെ ജീവപര്യന്തം ശിക്ഷിച്ചു. ഈ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കെ 81-ാം വയസ്സിൽ ജയിലിൽ വെച്ച് റിച്ചാർഡ് ഓവർട്ടൺ മരണപ്പെട്ടു. ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.